ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐസ്റ്റുഡിയോ ഓൺലൈൻ. ഞാൻ രാജീവ്. ഇന്ന് മൈക്ക് സെറ്റപ്പിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മുടെ പ്ലഗ് ഇൻ ചെയ്യുന്ന മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കനോണിൻ്റെ കുറച്ച് പുതിയ ന്യൂസ് ആണെന്ന് നമുക്ക് പറയാം. അതിൻ്റെ കൂടെ പുതിയൊരു ക്യാമറയും കനോൺ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്യാമറയെക്കുറിച്ചും പുതിയ കനോണിൽ നിന്ന് വരുന്ന ന്യൂസുകളും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി എല്ലാ ആൾക്കാർക്കും ഈ ക്യാമറ അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല. യൂട്യൂബേഴ്സിന് മെയിനായിട്ട് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് യൂട്യൂബ് ചാനലെടുത്ത് നോക്കിയാലും ആൾക്കാർ അത്ര തൃപ്തരല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് കനോണിൻ്റെ പുതിയ 5 ലെൻസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 ലെൻസുകളും കനോൺ അനൗൺസ് ചെയ്തിരിക്കുന്നത് RF സീരീസ് ലെൻസുകളാണ്. RF സീരീസ് എന്ന് പറഞ്ഞാൽ കനോണിൻ്റെ മിറർലെസ് ക്യാമറകൾക്ക് വേണ്ടിയുള്ള ലെൻസുകളാണ് RF സീരീസ് ലെൻസുകൾ. കനോൺ അനൗൺസ് ചെയ്തിരിക്കുന്ന 5 ലെൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 85mm 1.2 ലെൻസ്, പിന്നെ രണ്ടാമതായിട്ട് 24 to 240 mm f4 to 6.3 IS USM ലെൻസാണ്. അപ്പോൾ ഇതൊരു അതായത് ഒരു ലോങ് സൂം ഉള്ള ഒരു ലെൻസാണ്. മിക്കവാറും ഇത് ഈ പുതിയ ക്യാമറയുടെ കിറ്റ് ലെൻസ് ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അനൗൺസ് ചെയ്തിരിക്കുന്നത് 15 to 35mm f2.8 L IS USM ലെൻസാണ്. അപ്പോൾ f2.8 ഓപ്പണിംഗ് ഉള്ള വൈഡ് ഓപ്പണിംഗ് ഉള്ള IS ഉള്ള ഒരു ലെൻസാണ് വീണ്ടും അനൗൺസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് 24 to 70 f2.8 L IS USM ലെൻസാണ്. 70 to 200 f2.8 L IS USM ലെൻസ്. അപ്പോൾ ഇത്രയും ലെൻസുകളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. എല്ലാം RF സീരീസിൽ പെടുന്ന ലെൻസുകളാണ്. ഇനി നമുക്ക് കനോണിൻ്റെ മേജർ അനൗൺസ്മെൻറ്റിലേക്ക് കടക്കാം. മേജർ അനൗൺസ്മെൻറ്റ് കനോൺ EOS RP എന്ന് പറയുന്ന മിറർലെസ് ഫുൾ ഫ്രെയിം ക്യാമറയാണ്. അപ്പോൾ ഈ ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത 1 ലക്ഷം രൂപയ്ക്ക് താഴെ ഈ ക്യാമറ കിട്ടും എന്നുള്ളതാണ്. കനോണിൻ്റെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഫുൾ ഫ്രെയിം ക്യാമറയാണ്. അതുപോലെ തന്നെ മിറർലെസ് ക്യാമറയാണെന്ന് നിങ്ങൾ മറക്കരുത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ക്യാമറയിൽ അത്ര തൃപ്തരല്ലാത്തത് എന്ന് നമുക്ക് പുറകെ നോക്കാം. നമുക്ക് എന്തായാലും ജസ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് ഒന്ന് കടക്കാം. 26.2 മെഗാ-പിക്സൽ ഫുൾ ഫ്രെയിം സെൻസറാണ്. പിന്നെ രണ്ടാമത് ഡിജിക് 8 പ്രോസസ്സറാണ്. ISO റേഞ്ച് 100 to 40,000 ISO റേഞ്ചാണ്. പിന്നെ എക്സ്പാൻഡബിൾ റേഞ്ച് ഉണ്ട്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പിന്നെ കണ്ടിന്യൂസ് ഷൂട്ട് സ്പീഡ് 5 frames per second ആണ്. ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് ഉള്ള ക്യാമറയാണ്. അതുപോലെ തന്നെ OLED വ്യൂ ഫൈൻഡർ ഉണ്ട്. 4K റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യാം. 8-bit 4K റെസൊല്യൂഷൻ, 8-bit കളർ ഡെപ്തിലാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ കനോണിൻ്റെ 80Dയും എല്ലാം 8-bit നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. വില ഞാൻ പറഞ്ഞതുപോലെ കനോൺ പ്രൈസ് ഇട്ടിരിക്കുന്നത് $1,299 ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ 93,600 rupees ആണ് ഈ $1,299 എന്ന് പറഞ്ഞാൽ. പിന്നെ ബാറ്ററി യൂസ് ചെയ്യുന്നത് LPE17 ബാറ്ററിയാണ്. ബാറ്ററി ലൈഫ് കുറവുള്ള ഒരു ബാറ്ററിയാണിത്. കനോൺ പറയുന്നത് 250 ഷോട്ട്സ് ഈ ഒരു ബാറ്ററി കൊണ്ട് എടുക്കാം എന്നാണ്. പിന്നെ പറയാനുള്ളത് ഈ ക്യാമറയുടെ വെയിറ്റ് ആണ് 485 ഗ്രാം. അതായത് നമ്മുടെ ഒരു 600D ക്യാമറയുടെ ഒക്കെ വെയിറ്റ് ഈ ഫുൾ ഫ്രെയിം ക്യാമറയ്ക്കുള്ളൂ. നമുക്ക് ഫുൾ ഫ്രെയിം ലെൻസുകൾ യൂസ് ചെയ്യാം. അതായത് നമുക്ക് ആ ഫുൾ റേഞ്ച് ലെൻസിൻ്റെ റേഞ്ച് നമുക്ക് ഇതിൽ കിട്ടും. നമ്മൾ APS-C ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ക്രോപ്പ് ഫാക്ടർ കഴിഞ്ഞിട്ടുള്ള റേഞ്ച് നമുക്ക് ലെൻസിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ, ഈ ക്യാമറയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കിതിൽ ഉള്ളത് ഒന്നാമത് 4K കനോണിൻ്റെ 4K പണ്ട് മുതലേ യഥാർത്ഥ 4K അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ APS-C സെൻസറിൽ കിട്ടുന്ന ഇമേജിൻ്റെ വലിപ്പം പോലും ഫുൾ ഫ്രെയിം ക്യാമറയിൽ 4Kയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ 4K വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ഫുൾ ഫ്രെയിം ക്യാമറ, നിങ്ങൾ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ഫുൾ ഫ്രെയിം ക്യാമറ 1 ലക്ഷത്തിന് താഴെ രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ ക്യാമറയ്ക്ക് ഒരു ഫോട്ടോഗ്രാഫറുടെ വീക്ഷണത്തിൽ നിന്നും ഒരു 100 മാർക്ക് നമുക്ക് കൊടുക്കാം. 100-ൽ 100 മാർക്കും കൊടുക്കാവുന്ന ക്യാമറയാണ്. പിന്നെ ചെറിയൊരു മൈനസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഷൂട്ടിംഗ് സ്പീഡ് 5 frames per second ആണ്. അതായത് ഒരു സ്പോർട്സ് ഫോട്ടോഗ്രാഫറോ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറോ ഒക്കെ ആണെങ്കിൽ അവർക്ക് പറ്റിയ ഒരു ഫുൾ ഫ്രെയിം ക്യാമറയല്ല. മീൻസ് ഒരു മൂവിങ് സബ്ജക്റ്റിനെ ഷൂട്ട് ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് ഒറ്റ ഷോട്ടിൽ നമുക്ക് 5 ഫോട്ടോ വരെ എടുക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ 5 ഫോട്ടോയ്ക്കുള്ളിൽ നമുക്ക് ആ നല്ല മോമെൻറ്റ് കിട്ടണമെന്നില്ല. ഒരു മൂവിങ് അല്ലെങ്കിൽ ഒരു ചീറ്റപ്പുലി പാഞ്ഞു പോകുന്ന ഒരു സീൻ അല്ലെങ്കിൽ ഒരു ഓട്ടക്കാരൻ ഓടുന്ന സീൻ, അതിൻ്റെ ആ കറക്റ്റ് എക്സ്പ്രഷനൊക്കെ ഈ 5 ഷോട്ടിൽ നമുക്ക് കിട്ടണം എന്നില്ല. അപ്പോൾ നിങ്ങൾ സ്പോർട്സ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ ഫ്രെയിംസ് പെർ സെക്കൻഡ് കണ്ടിന്യൂസ് ഷൂട്ടിംഗ് സ്പീഡ് കൂടുതലുള്ള ക്യാമറ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിലെ ഒരു മേജർ ഡ്രോബാക്ക്, വേറൊരു ക്യാമറ മാനുഫാക്ചറും ഇതുവരെ ചെയ്യാത്ത ഒരു സാഹസം കാനൺ ചെയ്തിട്ടുണ്ട്. അത് ബേസിക്കലി വീഡിയോഗ്രാഫി ചെയ്യുന്ന ആൾക്കാരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ഫോട്ടോഗ്രാഫറെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല.
പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കനോൺ 1080p അതായത് ഫുൾ HD നമുക്ക് 24 ഫ്രെയിംസ് പെർ സെക്കൻഡ് ഷൂട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള വീഡിയോഗ്രാഫേഴ്സിന് ഇത് അഫക്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. എൻ്റെ ഒരു സർപ്രൈസ് എന്തായിരുന്നു വെച്ചാൽ നമ്മുടെ നാട്ടിലെ എല്ലാ വീഡിയോഗ്രാഫേഴ്സും ഏകദേശം 60 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ് അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ യൂട്യൂബിൽ വലിയ യൂട്യൂബേഴ്സ് പീറ്റർ മെക്കനൻ, മാറ്റി ഹപ്പോയ അല്ലെങ്കിൽ അങ്ങനെ വീഡിയോഗ്രാഫി ചെയ്യുന്ന പൊട്ടറോജെറ്റ് എന്ന് പറയുന്ന ഒട്ടനവധി ചാനൽസ് ഉണ്ട്. അവരെല്ലാം പറയുന്നത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഫ്രെയിം റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക എന്നാണ് എല്ലാവരും പറയുന്നത്. 24 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമാറ്റിക് ഫീല്, മീൻസ് സ്ലോ മോഷൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ചിത്രത്തിൽ തന്നെ ഒരു സിനിമാറ്റിക് ഫീൽ നമുക്ക് കിട്ടും. നമ്മുടെ സിനിമ എല്ലാം ഷൂട്ട് ചെയ്യുന്നത് 24 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ എനിക്കറിയാവുന്ന ഒരു 90% വീഡിയോഗ്രാഫേഴ്സ് 60 ഫ്രെയിംസ് പെർ സെക്കൻഡിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അവർ പറയുന്നത് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ബേസിക്കലി 60 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യേണ്ടത് സ്ലോ മോഷൻ ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രമാണ്. അപ്പം എനിക്ക് തോന്നി ഫോട്ടോഗ്രാഫറിന് എപ്പോൾ സ്ലോ മോഷൻ വേണം എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു, എനിക്കറിയില്ല. പിന്നെ ഈ ക്യാമറ വാങ്ങുമ്പോൾ മെയിനായിട്ട് ഡ്രോബാക്സ് ഉള്ളത് വീഡിയോഗ്രാഫിയുടെ ഭാഗത്താണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ 4Kയിൽ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു, 4K എന്ന് പറഞ്ഞാൽ ഒറിജിനൽ 4K അല്ല, എന്നിരുന്നാലും നിങ്ങളതിൽ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഈ ഡ്യുവൽ ഓട്ടോ ഫോക്കസ് സിസ്റ്റത്തിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. മീൻസ് ആ സമയത്ത് ഇത് വർക്ക് ചെയ്യത്തില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ EFS ലെൻസുകൾ നമ്മൾ യൂസ് ചെയ്താൽ, EFS ലെൻസ് യൂസ് ചെയ്താൽ നോർമലി നമുക്ക് ഫുൾ ഫ്രെയിം ക്യാമറയിൽ EFS ലെൻസ് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. EFS ലെൻസ് നമ്മൾ ക്രോപ്പ് സെൻസർ ക്യാമറകൾക്ക് വേണ്ടിയാണ് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇൻ കേസ് നമ്മളൊരു അഡാപ്റ്ററൊക്കെ വെച്ച് EFS ലെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ HD എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് 1080pയിൽ വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ആ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ലാതെ ആയിപ്പോകും. ഇത് ക്യാമറ ലാബ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ടെസ്റ്റ് ചെയ്ത് കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് EOS RPയിൽ നമുക്കുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. വെഡ്ഡിങ് ചെയ്യുന്ന ആൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം എന്നോട് ചോദിച്ചാലും എനിക്കും ഈ ക്യാമറ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ കാരണം, ഇപ്പം ഞാൻ ബേബി ഷൂട്ടൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇവൻ്റൊക്കെയാണ് കവർ ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങൾക്ക് പറ്റിയ ക്യാമറയാണ്. അപ്പോൾ കയ്യിലൊരു ഫുൾ ഫ്രെയിം ക്യാമറ കിട്ടും. അതുപോലെ തന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന 80D എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഔട്ട്ഡോർ ഒരു സെക്കൻഡ് ക്യാമറ ഉള്ളത് നല്ലതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഔട്ട്ഡോർ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഒരു സെക്കൻഡ് ക്യാമറ കയ്യിലുള്ളത് നല്ലതാണ്. അത്യാവശ്യം നല്ലൊരു ക്യാമറ, ഒരു ബഡ്ജറ്റ് ഫുൾ ഫ്രെയിം ക്യാമറ എന്ന് തന്നെ പറയാം. ഫോട്ടോഗ്രാഫി മാത്രം ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായും, അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫുൾ ഫ്രെയിം ക്യാമറ വേണമെന്ന് ആഗ്രഹമുള്ള ഒരാൾക്കാർക്ക്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ 80Dക്കൊക്കെ 75,000 80,000 വിലയുണ്ട്. അതിൻ്റെ കൂടെ ഒരു 20,000 കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്യാമറ വാങ്ങാം. അപ്പോൾ പുതിയ 1-2 റൂമേഴ്സ് എന്താണെന്ന് വെച്ചാൽ, കനോൺ അനൗൺസ് ചെയ്തൊരു കാര്യം, ഫ്യൂച്ചറിൽ വരുന്ന EOS R ക്യാമറകൾക്ക് IBIS കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതായത് ഇൻ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊണ്ടുവരും എന്നാണ് കാനോൺ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് EOS RPയിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോകാം. ഈ കാര്യം ഞാൻ ജെറാഡ് പോളിൻ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറുടെ യൂട്യൂബ് ചാനൽ കണ്ടതാണ്. ഇപ്പം നിങ്ങളെല്ലാവരും കാണത്തില്ലായിരിക്കും ഈ ചാനലിലൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എല്ലാ ആൾക്കാരുടെയും വീഡിയോ റെഫർ ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ബേസിക്കലി ഞാൻ നമ്മുടെ ചാനലിൽ കൂടുതലും ഫോട്ടോഗ്രാഫിയെക്കുറിച്ചാണ് സംസാരിക്കാറ്, ക്യാമറകളെക്കുറിച്ചല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സെർവോ AF മോഡിൽ നമുക്ക് ഓട്ടോ ഫോക്കസ് EOS RPയിൽ നമുക്ക് കിട്ടും. പക്ഷേ അദ്ദേഹം ടെസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഹാൻഡ്സ് ഓൺ റിവ്യൂ ചെയ്യാനൊരു ഓപ്ഷൻ ലഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഹാൻഡ്സ് ഓൺ ഷൂട്ട് ചെയ്തപ്പോൾ അറിയാൻ സാധിച്ചൊരു കാര്യം, സോണിയുടെ അത്രയും നല്ല ഓട്ടോ ഫോക്കസ് അല്ല, എങ്കിലും ആവറേജ് ഓട്ടോ ഫോക്കസ് ടെക്നോളജി ഈ ക്യാമറയ്ക്കുള്ളിലുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഏകദേശം 400 സബ്സ്ക്രൈബേഴ്സും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവുകയാണ്. 1-2 സ്പോൺസർഷിപ്പുകൾക്ക് വേണ്ടിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കിട്ടിയാൽ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു 10,000 സബ്സ്ക്രൈബേഴ്സിൽ എത്തുമ്പോൾ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.